നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില നിമിഷങ്ങൾ ഉണ്ടാകും, നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്ന നിമിഷങ്ങൾ. മനസ്സിൽ വിഷമം, ഭയം, ആശങ്ക, അനിശ്ചിതത്വം ഇവയെല്ലാം നിറയുന്ന നിമിഷങ്ങൾ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉയരും: ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെയുണ്ടോ? വിശ്വാസമുള്ളവർക്ക് ഒരു ഉറപ്പുണ്ടാകും, ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കില്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ സാന്നിധ്യമുണ്ടെന്ന് കാണിക്കുന്ന 10 ദിവ്യ സൂചനകളെ കുറിച്ചാണ്. ഈ ലക്ഷണങ്ങളിൽ ചിലത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമല്ല, അത് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണ്. ഭഗവാനെ വിശ്വസിക്കുന്നവർ, ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നവർ തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങളെ തിരിച്ചറിയുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഒന്നാമത്തെ ലക്ഷണം, ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന്റെ പേര് ഹൃദയത്തിൽ ഉയരുന്നതാണ്. ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു പേരുയരുന്നു: എൻ്റെ ഗുരുവായൂരപ്പ. നിങ്ങൾ ആ പേര് വിളിക്കാൻ തീരുമാനിച്ചിട്ടില്ല, അത് സ്വാഭാവികമായിട്ട് മനസ്സിൽ വന്നു. ഇത് സാധാരണ ചിന്തയല്ല, ഇത് ഭഗവാന്റെ വിളിയാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നമ്മൾ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ നമ്മെ വിളിക്കുന്ന നിമിഷമാണിത്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രം സ്വപ്നത്തിൽ കാണുന്നതാണ്. ചിലർ പറയാറുണ്ട്, എനിക്ക് സ്വപ്നത്തിൽ ഗുരുവായൂർ ക്ഷേത്രം കാണാൻ സാധിച്ചു. സ്വപ്നത്തിലെ ദീപങ്ങള്, ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം, നാമജപത്തിന്റെ ശബ്ദങ്ങൾ, ക്ഷേത്രത്തിന്റെ മണിനാദം, ഇത് വെറും സ്വപ്നമല്ല, ആത്മീയമായ ഒരു സന്ദേശമാണ്. ഭഗവാൻ നിങ്ങളെ തൻ്റെ വഴിയിലേക്ക് വിളിക്കുന്ന നിമിഷത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി മൂന്നാമതായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ടുള്ള രക്ഷ ലഭിക്കുന്നതാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊരു അവസ്ഥ? ഒരു അപകടം സംഭവിക്കാനിരുന്ന നിമിഷം അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നു. ഡോക്ടർമാർ പോലും പറഞ്ഞിരിക്കും ഇതൊരു അത്ഭുതമാണ്. അതെ, അത് അത്ഭുതമാണ്, ഗുരുവായൂരപ്പന്റെ കാവലാണ്. ഇത് ഒരുപക്ഷെ സംഭവിക്കുന്നത് നിങ്ങൾക്കാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികൾക്കാകാം. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഭഗവാൻ കേൾക്കുന്നത്. നിങ്ങളുടെ കണ്ണു നനയാൻ ഭഗവാൻ അനുവദിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് വിഷമസമയത്ത് വഴിയുണ്ടാകുന്നതാണ്. ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ എല്ലാ വഴികളും അടഞ്ഞുപോയതുപോലെ തോന്നും. പണമില്ല, സഹായമില്ല, ആരെയും ആശ്രയിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഒരു പിടിയുമില്ലാതെ ഒരു സ്ഥലത്ത് നിശ്ചലമായി നിന്നു പോകുന്ന സാഹചര്യം. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തുറക്കുകയാണ്. ഒരുപക്ഷെ ഒരു വ്യക്തി നിങ്ങളെ സഹായിക്കുന്നതാകാം, ഒരു അവസരം നിങ്ങളെ തേടി വരുന്നതാകാം, ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാകാം. ഇത് മനുഷ്യരുടെ സഹായം മാത്രമല്ല, അതിൻ്റെ പിന്നിൽ ഭഗവാനുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുക. ഭഗവാൻ പല രൂപത്തിലും പല ഭാവത്തിലും തൻ്റെ ഭക്തരെ ചേർത്തു നിർത്താറുണ്ട്. ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ച് കാണുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗുരുവായൂരപ്പന്റെ ചിത്രങ്ങൾ, കൃഷ്ണഭജനങ്ങൾ, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ, കൃഷ്ണനാമങ്ങൾ, ഇവയെല്ലാം തുടർച്ചയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടോ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് യാദൃശ്ചികമല്ല, ഇത് ദൈവത്തിന്റെ വിളിയാണ്. ഇനി അടുത്ത ലക്ഷണം, ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഹൃദയത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ശാന്തി ഉണ്ടാകുന്നതാണ്. ജീവിതം കലഹത്തിലായി തീരുമ്പോഴും ഹൃദയത്തിൽ ഒരു ശാന്തി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, കാരണമില്ലാതെ മനസ്സ് ലഘുവാകുന്നുണ്ടെങ്കിൽ, അത് സാധാരണ മനോഭാവമല്ല, അത് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യമാണ്. അതിനെ നിങ്ങൾ തിരിച്ചറിയുക. ഇനി അടുത്ത സൂചന, ഏഴാമത്തെ സൂചന എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ഉടൻ മറുപടി ലഭിക്കുന്നതാണ്. നിങ്ങൾ ഭഗവാനോട് ഒരു കാര്യം പ്രാർത്ഥിക്കുകയാണ്, അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഭഗവാൻ സാധിച്ചു തരുന്നു എന്നുണ്ടെങ്കിൽ അത് സാധാരണ സംഭവമല്ല, ഇത് ഗുരുവായൂരപ്പന്റെ പ്രത്യേക അനുഗ്രഹമാണ്. ചിലർ പറയാറുണ്ട്, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ആ ഒരു കാര്യം ഇത്രയും പെട്ടെന്ന് നടന്നു കിട്ടുമെന്ന്. ഭഗവാനോട് ഞാൻ പറഞ്ഞതേയുള്ളൂ, എനിക്ക് ആ കാര്യം നടന്നു കിട്ടി. അത് ഭഗവാന് നിങ്ങൾ അത്രമേൽ പ്രിയപ്പെട്ടതായതുകൊണ്ടാണ്. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ചൊരിഞ്ഞതാണ്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ മുറുകെ പിടിക്കുക.
ഇനി എട്ടാമത്തെ സൂചന എന്ന് പറയുന്നത് ആത്മീയതയിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് അടുത്ത കാലത്ത് തോന്നുന്നുണ്ടോ ക്ഷേത്രത്തിൽ പോകണം, ഭജനകൾ കേൾക്കണം, നാമജപം ചെയ്യണം? ഇത് നിങ്ങളുടെ മനസ്സിന്റെ മാറ്റമല്ല, ഭഗവാൻ നിങ്ങളെ തൻ്റെ വഴിയിലേക്ക് നയിക്കുന്നതാണ്. ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് അധിക ദൈവവിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ തവണ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി വന്നതിൽ പിന്നെ ഒരുപാട് മാറ്റങ്ങൾ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കണം എന്ന് തോന്നുകയാണ്. അതൊക്കെയും ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചതാണ്. ഭഗവാൻ നിങ്ങളെ ഭഗവാന്റെ വഴിയിലേക്ക് വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നതാണ്. അത് നിങ്ങൾ തിരിച്ചറിയുക. ഇനി അടുത്ത ലക്ഷണം, ഒൻപതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അദൃശ്യ സഹായം അനുഭവപ്പെടുന്നതാണ്. ഒറ്റയാളായിട്ട് തോന്നുന്ന സമയത്തും ഒരുതരം കാവൽ അനുഭവപ്പെടുന്നത്, ആരോ നിങ്ങളെ സംരക്ഷിക്കുന്നു എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം. ആ ഒരു സാന്നിധ്യത്തെ നിങ്ങൾ മനസ്സിലാക്കുക. വളരെ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കാറ്റ് പോലും നിങ്ങൾക്കൊരു സഹായം എന്നോണം അല്ലെങ്കിൽ ഒരു കാവൽ എന്നോണം അനുഭവപ്പെടുകയാണ്. നിങ്ങൾ തനിച്ചിരിക്കുന്ന സമയത്തും നിങ്ങളുടെ ചുറ്റിലും ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല, ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് നിങ്ങൾക്ക് കാവലായിട്ടുള്ളത് എന്നുള്ളത് തിരിച്ചറിയുക. ഇനി അടുത്ത ലക്ഷണം, പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനോടുള്ള ആന്തരിക ബന്ധമാണ്. നിങ്ങൾക്ക് തോന്നാറുണ്ടോ ഗുരുവായൂരപ്പൻ എൻ്റേതാണ്? ഈ ബന്ധം എല്ലാവർക്കും ഉണ്ടാകില്ല. ഭഗവാൻ വിളിക്കുന്നവർക്കാണ് ഇത് ലഭിക്കുന്നത്. ചില ആളുകൾക്ക് ഭഗവാനോട് വല്ലാത്തൊരടുപ്പമായിരിക്കും. മനസ്സുകൊണ്ടുള്ള അടുപ്പം പുറമെ കാണിക്കുന്നത് മാത്രമല്ല, മനസ്സിന്റെ ഉള്ളിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകണം, ഭഗവാനെ കാണണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം. ആ ഒരു ക്ഷേത്രത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ സാധിക്കുന്നത് പോലും പുണ്യമായിട്ട് തോന്നുന്ന ഒരുപാട് മനസ്സുകളുണ്ട്. ഭഗവാന് അത്രമേൽ ഉൾക്കൊള്ളുന്ന മനസ്സുകളാണത്. ഭഗവാൻ അനുഗ്രഹിക്കുന്ന മനസ്സുകളാണത്. എന്തിനും ഏതിനും എൻ്റെ കൃഷ്ണ എന്നുള്ള വിളി നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ, എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തെ തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം തീർച്ചയാണ്, ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങൾ ഭഗവാനെ എത്രത്തോളം വിളിക്കുന്നുവോ അത്രത്തോളം ഭഗവാൻ നിങ്ങളോട് അടുത്തു നിൽക്കുന്നു. ഭഗവാനോട് കൂടുതൽ അടുക്കും തോറും ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ഭഗവാൻ നിങ്ങളെ കരുത്താക്കാനാണ് അല്ലെങ്കിൽ ശക്തിപ്പെടുത്താനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നതാണ് തിരിച്ചറിയേണ്ടത്. ഭഗവാനോട് അടുക്കും തോറും നിങ്ങളുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഒരുപക്ഷെ വർദ്ധിച്ചേക്കാം. പക്ഷെ അതിനെല്ലാം തന്നെ നിങ്ങൾക്ക് പരിഹാരവും ഭഗവാൻ തന്നെ നൽകും. നിങ്ങളെ കൂടുതൽ ശക്തനാക്കുക, അല്ലെങ്കിൽ നിങ്ങളിൽ കൂടുതൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് ഭഗവാൻ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം. ആ ഒരു കാര്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഏതൊരു പ്രശ്നത്തെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു കരുത്ത് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. ഏത് ആപദ്ഘട്ടത്തിലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, എത്ര വലിയ അപകടത്തിലും ഭഗവാൻ നിങ്ങളെ കൈവിടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നന്ദി.